അപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഉണ്ണിയപ്പ പാത്രത്തിൽ ഉണ്ടാക്കാവുന്ന കുട്ടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ മാവ് പാലപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം, ഉണ്ണിയപ്പ പാത്രത്തിലും ഉണ്ടാക്കാം. സോഫ്റ്റും ടേസ്റ്റിയുമായ അപ്പം തയ്യാറാക്കാനായി 2 കപ്പ് പച്ചരി എടുക്കുക. പച്ചരി നന്നായിട്ട് കഴുകണം, കാരണം പിന്നീട് ഇത് കഴുകുന്നില്ല. നന്നായി കഴുകിയ പച്ചരി ഒരു അരിപ്പയിലേക്ക് ഇടുക. ഈ കഴുകിയ പച്ചരി കുതിർത്ത് വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് ചോറ്, 1/2 ടീസ്പൂണ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുക. മധുരം താല്പര്യമുള്ളവർക്ക് 1 സ്പൂൺ കൂടി ചേർക്കാം. ഇനിയും ഇത് കുതിരാനായിട്ട് 2.5 കപ്പ് നോർമൽ വാട്ടറാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. വെള്ളം കൂടുതൽ ഒഴിക്കരുത്. വെള്ളം അരിയുടെ ലെവലിൽ നിന്നാൽ മതി. ഇനി വെള്ളം കൂടി ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. വെള്ളവും തേങ്ങാവെള്ളവും കൂടെ ഒഴിച്ചാലും മതി. ഇളക്കിയ ഈ കൂട്ട് ഇനിയും ഇത് അടച്ചു വെക്കുക. രാവിലെ വേണം ഇതെടുത്ത് അരയ്ക്കാനായിട്ട്. രാവിലെ ഇത് തുറന്ന് നോക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കിയ ശേഷം 2 പ്രാവശ്യമായിട്ടോ 1 പ്രാവശ്യമായിട്ടോ നല്ല ഫൈനായിട്ടിത് അരച്ചെടുക്കണം. നമ്മളെല്ലാം കൂടി രാത്രിയിൽ അരച്ച് വെച്ചാൽ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഒത്തിരി പുളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഈ മെത്തേഡിൽ അരച്ചെടുത്തുണ്ടാക്കിയാൽ അങ്ങനെ വരില്ല. അരച്ച മാവ് ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കുന്നു. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം ചേർക്കണം, പിന്നീട് ചേർക്കരുത്. ഞാൻ തലേദിവസം ഒഴിച്ച വെള്ളം കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പം മാവ് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെയും അടച്ച് മാറ്റി വെക്കുക. ഈ മാവ് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടും. ഈ സമയം നമുക്ക് അതിന് വേണ്ട കറികളൊക്കെ ഉണ്ടാക്കാം. 1 മണിക്കൂറിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഞാൻ എടുക്കുന്നത്. നല്ല സോഫ്റ്റായ മാവ്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. പാലപ്പം ഉണ്ടാക്കാനുള്ള നല്ല പരുവം. ഇനിയും ഇത് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം കറക്കിയെടുക്കുക. എന്നിട്ടിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അരിയൊക്കെ മുരിഞ്ഞ് നടുവ് നല്ല സോഫ്റ്റായ പാലപ്പം തയ്യാറായി. ഇനി ഈ മാവ് ചൂടായ ഉണ്ണിയപ്പ പാത്രത്തിൽ കോരി ഒഴിക്കുക. കുഴിയുടെ അരഭാഗം മാത്രമേ ഒഴിക്കാവൂ. അങ്ങനെ എല്ലാ കുഴികളിലും ഒഴിച്ച ശേഷം തവി കൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. നല്ല അടിപൊളി കുട്ടിയപ്പം തയ്യാറായി. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഈ അപ്പം കറികൾ കൂട്ടിയോ തേൻ ഒഴിച്ചോ ഒക്കെ കഴിക്കാവുന്നതാണ്. കാണാനും കഴിക്കാനും കൊള്ളാവുന്ന ഈ അപ്പം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.